ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മൾ നമ്മുടെ 30-30 ചാലഞ്ചിലെ ഡേ 9ലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. സോ ഇന്ന് നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ഡേ 9 ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 9ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് നമ്മുടെ തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി? പുതിച്ചേടത്ത് കുഞ്ഞനന്ദൻ ആണ് തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാലോ, തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ്? പുതിച്ചേടത്ത് കുഞ്ഞനന്ദൻ ആണ് തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, പത്രസ്വാതന്ത്ര്യ ദിനം എന്നാണ്? മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, പത്രസ്വാതന്ത്ര്യ ദിനം എന്നാണ് എന്നുള്ളതാണ്. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം. തേർഡ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ് എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, DMO എന്നതിൻ്റെ പൂർണ്ണരൂപം. ഫോർത്ത് ക്വസ്റ്റ്യൻ, DMO എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. എന്താണ്? ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എന്നുള്ളതാണ് DMOയുടെ ഫുൾ ഫോം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആ വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. ആരാണ്? MK മേനോൻ ആണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? പുതിച്ചേടത്ത് കുഞ്ഞനന്ദനാണ് തീക്കൊടിയാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴയാണ്. DMO എന്നതിൻ്റെ പൂർണ്ണരൂപം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എന്നുള്ളതാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? MK മേനോൻ ആണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. പിതൃദിനം എന്നാണ്? പിതൃദിനം എന്നാണ് എന്നുള്ളതാണ് 6th ക്വസ്റ്റ്യൻ. എന്നാണ്? ജൂൺ 20 പിതൃദിനം, ഫാദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? 6th ക്വസ്റ്റ്യൻ, പിതൃദിനം എന്നാണ്? ജൂൺ 20 പിതൃദിനം. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല. ഓക്കെ, 8th ക്വസ്റ്റ്യൻ, KSR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? KSR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതാണ് 8th ക്വസ്റ്റ്യൻ. എന്താണ്? കേരള സർവീസ് റൂൾസ് എന്നുള്ളതാണ് KSRൻ്റെ ഫുൾ ഫോം. 9th ക്വസ്റ്റ്യൻ, ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് 9th ക്വസ്റ്റ്യൻ. ആരാണ്? C. ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, നാഗസാക്കി ഡേ എന്നാണ്? ഓഗസ്റ്റ് 5 നാഗസാക്കി ഡേ. ഓക്കെ, ഈ 6, 7, 8, 9, 10 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ? പിതൃദിനം ജൂൺ 20. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട്. KSRൻ്റെ ഫുൾ ഫോം കേരള സർവീസ് റൂൾസ് എന്നുള്ളതാണ്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി C. ഗോവിന്ദ പിഷാരടിയാണ്. നാഗസാക്കി ഡേ ഓഗസ്റ്റ് 9 നാഗസാക്കി ഡേ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ,
11th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എവിടെയാണ്, അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ, LLM എന്നതിൻ്റെ പൂർണ്ണരൂപം. LLM എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? മാസ്റ്റേഴ്സ് ഓഫ് ലോ എന്നുള്ളതാണ് LLMൻ്റെ ഫുൾ ഫോം. 13th ക്വസ്റ്റ്യൻ, കുറ്റിപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കുറ്റിപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേശവൻ നായരാണ് കുറ്റിപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. കേശവൻ നായരാണ് കുറ്റിപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, 14th ക്വസ്റ്റ്യൻ, ലോക സാക്ഷരതാ ദിനം. ലോക സാക്ഷരതാ ദിനം എന്നാണ്? സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. 15th ക്വസ്റ്റ്യൻ, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ. LLM എന്നതിൻ്റെ പൂർണ്ണരൂപം മാസ്റ്റേഴ്സ് ഓഫ് ലോ എന്നുള്ളതാണ്. കുറ്റിപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കേശവൻ നായരാണ്. ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. ഓക്കെ, ഈ 15 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. 16th വൺ, RDO എന്നതിൻ്റെ പൂർണ്ണരൂപം. RDO എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് 16th ക്വസ്റ്റ്യൻ. എന്താണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നാണ് RDOയുടെ ഫുൾ ഫോം. ഓക്കെ, RDO എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നുള്ളതാണ് RDOയുടെ ഫുൾ ഫോം. 17th വൺ, മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആരാണ്? V മാധവൻ നായരാണ് മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, 18th ക്വസ്റ്റ്യൻ, രക്തദാന ദിനം എന്നാണ്? രക്തദാന ദിനം എന്നാണ്? ഒക്ടോബർ 1 രക്തദാന ദിനം. ഒക്ടോബർ 1 രക്തദാന ദിനം. ഓക്കെ, 19th ക്വസ്റ്റ്യൻ, റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം. റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? സിങ്ക് ഓക്സൈഡ് ആണ് റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം. ഓക്കെ, 20th വൺ, കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യം ഉള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള ജില്ല ഏതാണ്? വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയ പാത ദൈർഘ്യമുള്ള ജില്ല. ഓക്കെ, വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യം ഉള്ള ജില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21st വൺ, ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, 22nd വൺ, നിയമസേവന ദിനം. നിയമസേവന ദിനം എന്നാണ്? നവംബർ 9 നിയമസേവന ദിനം. നിയമസേവന ദിനം എന്നാണ്? നവംബർ 9. 23rd ക്വസ്റ്റ്യൻ, ഗ്ലാസിന് പച്ചനിറം നൽകുന്ന സംക്രമണം മൂലകം. ഗ്ലാസിന് പച്ചനിറം നൽകുന്ന സംക്രമണ മൂലകം ഏതാണ് എന്നുള്ളതാണ് 23rd ക്വസ്റ്റ്യൻ. ഏതാണ്? ഫെറസ് ലവണമാണ് ഗ്ലാസിന് പച്ചനിറം നൽകുന്ന സംക്രമണ മൂലകം. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്ലാസിന് പച്ചനിറം നൽകുന്ന സംക്രമണ മൂലകം ഏതാണ് എന്നുള്ളതാണ്. ഫെറസ് ലവണമാണ് ഗ്ലാസിന് പച്ചനിറം നൽകുന്ന സംക്രമണ മൂലകം. ഓക്കെ, 24th ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഓക്കെ, സിക്കിമാണ് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. 25th ക്വസ്റ്റ്യൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th ക്വസ്റ്റ്യൻ. നാവികസേനാ ദിനം. നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4 നാവികസേനാ ദിനം. 27th ക്വസ്റ്റ്യൻ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? 27th ക്വസ്റ്റ്യൻ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് 27th ക്വസ്റ്റ്യൻ. ആരാണ്? കെ ശ്രീകുമാറാണ് ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, 28th ക്വസ്റ്റ്യൻ. നിയമ സേവന ദിനം എന്നാണ് എന്നുള്ളതാണ് 28th ക്വസ്റ്റ്യൻ. എന്നാണ്? നവംബർ 9 നിയമ സേവന ദിനമായിട്ട് കണക്കാക്കുന്നത്. 29th ക്വസ്റ്റ്യൻ. ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ചതാര്? ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ചതാര്? ആരാണ്? വാസ്കോഡഗാമയാണ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ച വ്യക്തി. ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ചതാര്? ആരാണ്? വാസ്കോഡഗാമ. ഓക്കെ, 30th ക്വസ്റ്റ്യൻ. FRCS എന്നതിൻ്റെ പൂർണ്ണരൂപം. FRCS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതാണ്? എന്താണ്? ഫെല്ലോ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. ഫെല്ലോ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ് എന്നുള്ളതാണ് FRCS എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി അടുത്ത GK 30 ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.